ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കുന്ന കാര്യമാണ് ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം. നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം. അതുപോലെ ഒരുപാട് കേൾക്കുന്നതാണ് ഡ്രഗ്സിൻ്റെ ഉപയോഗം. പക്ഷേ നമ്മുടെ നാട്ടിലൊരു നിയമം വെച്ച് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു പറഞ്ഞാൽ അവർ കുറ്റവാളികളായിട്ട് അവരത് ഇല്ലീഗലായിട്ടാണ് ഈ ഡ്രഗ്സ് ഉപയോഗം കാണുന്നത്. അതിനെ പിന്നെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു ഇല്ലീഗൽ പരിപാടിയായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ കണക്കാക്കുന്നത് ഡ്രഗ്സിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. പക്ഷേ രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ വിദേശ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ലീഗലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും തന്നെ ഇത് ലീഗലായിട്ടാണ് പറയുന്നത്. അവർക്കത് ഉപയോഗിക്കാനുള്ള ഒരു റൈറ്റ് വിദേശ രാജ്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കേണ്ട സമയത്ത്, ഉപയോഗ സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലെല്ലാം ഈ ഒരു സാധനം വലിച്ചു കയറ്റുക എന്നുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നവരെ ഒരുപാട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവർക്ക് വലിയ ഫൈൻ ഈടാക്കി ജയിലിലാക്കിയ സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പം യിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. യിൽ ഒരു നേഴ്സിന് 8 മാസത്തോളം ജയിൽ ശിക്ഷ കിട്ടിയ ഒരു വാർത്ത. അതിങ്ങനെയാണ്. നമ്മുടെ ഓക്സ്ഫോർഡ് ഷെയർ ബാൻസ്ബറി എന്നറിയപ്പെടുന്ന ദ ഹോൾട്ടൺ ജനറൽ ഹോസ്പിറ്റൽ ബാൻഡ് 7 തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ നേഴ്സ്. അപ്പോൾ അവരുടെ മാനേജറുടെ ലോഗിൻ ഉപയോഗിച്ച് അവർ ഏകദേശം 57 ഷിഫ്റ്റ് വർക്ക് ചെയ്തെന്ന് കാണിച്ചു. അതായത് 57 ഷിഫ്റ്റ് അവർ വർക്ക് ചെയ്തിട്ടില്ല, അത് ചെയ്തെന്ന് കാണിച്ച് ഏകദേശം 13,700 പൗണ്ടോളം വെട്ടിച്ച് മാറ്റിയെന്ന് കണ്ടെത്തി. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ NMC പിൻ നമ്പർ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ തൊട്ടാ തെറിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു സംഭവം, എന്തെങ്കിലും ഒരു ചെറിയ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മതി അതിനെ ബാധിക്കാനായിട്ട്. പക്ഷേ ഇവരെ ഇതുവരെയും ബാധിച്ചില്ലായിരുന്നു. കാരണം ഈ സംഭവം നടക്കുന്നത് ഏകദേശം 2022 നടക്കുന്നത്. ഇപ്പോഴാണ് ഇതിൻ്റെ വിധി വരുന്നത്. അപ്പോൾ അതിനുശേഷം ഇവർ ഈ സംഭവം മനസ്സിലായെങ്കിലും അവർ ആ ഹോസ്പിറ്റലിൽ നിന്ന്, അതായത് ഈ ഹോസ്പിറ്റലുകാർക്ക് സംഭവം മനസ്സിലായി, അവരെ അത് പിടിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഇവരെ പിടിച്ചു. പക്ഷേ ഇതിൻ്റെ വിധിയും സംഭവങ്ങളും വരാതെ ഇവരെ അകത്തിടാൻ പറ്റില്ല. അപ്പോൾ അതുവരെയാണ് അവർ ഫ്രീ ആയിട്ട് നടക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വിധി ഇപ്പോഴാണ് വന്നത്. അപ്പോൾ അവർക്ക് NMC നമ്പർ പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവർ വേറെ ഒരു ഹോസ്പിറ്റലിലോട്ട് മാറി ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇതിൻ്റെ വിധി വന്നത്. വിധി വന്നപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ഇത്. അപ്പോൾ ഇവിടെ സംഭവം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഹസ്ബൻഡ് പിന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം മൂലം ഒരു വലിയ കടം വരുത്തി വെച്ചു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തതെന്നാണ് അവർ പറയുന്നത്. ഇപ്പം ഓക്സ്ഫോർഡ് മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഇത് വലിയൊരു ചതിവാണ്, അല്ലെങ്കിൽ വലിയൊരു കബളിപ്പിക്കലാണ് ഹോസ്പിറ്റലിനെ ചെയ്തിരിക്കുന്നതെന്നാണ് പിന്നെ ഓക്സ്ഫോർഡ് മജിസ്ട്രേറ്റ് ജഡ്ജി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഇത്രയും വലിയ ശിക്ഷയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. 8 മാസത്തെ പിന്നെ ജയിൽ ശിക്ഷ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഏകദേശം 35 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളാണ്. 8 മാസത്തെ ജയിൽ ശിക്ഷ, അതുപോലെ 18 മാസത്തെ സസ്പെൻഷനും പിന്നെ 80 മണിക്കൂർ അൺപെയ്ഡ് വർക്കും ചെയ്യണം എന്നുള്ളതാണ് ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത്, മജിസ്ട്രേറ്റ് ജഡ്ജി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ശിക്ഷയാണ് ഇവർക്കിപ്പോൾ കൊടുത്തിരിക്കുന്നത്. സംഭവം അവരുടെ സാഹചര്യം കൊണ്ട് അവരങ്ങനെ ചെയ്തു പോവുകയാണ്. കാരണം ഹസ്ബൻഡ് ഈ മയക്കുമരുന്ന് ഉപയോഗം മൂലം ഒരുപാട് കടങ്ങൾ വരുത്തി വെച്ചു. അത് മാറ്റാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. അത് പിടിക്കപ്പെട്ടു. അപ്പോൾ അവർ ജയിലിനകത്ത് ആകാനായിട്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. നല്ലൊരു കഷ്ടപ്പാടുള്ളൊരു ഫീൽഡാണ് ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഈ പിന്നെ NMC ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് അവർക്കറിയാം എത്രത്തോളം ഒരു കഷ്ടപ്പെടുന്ന ജോലിയാണെന്നുള്ളതും എത്രത്തോളം റിസ്ക് ഉള്ളൊരു ജോലിയാണെന്നുള്ളതും. അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ മലയാളികളായിട്ടുള്ളത്, അതുപോലെ ഇന്ത്യക്കാരുള്ള ആൾക്കാരായിരുന്നു ഇങ്ങനത്തെ ഇതിനകത്തൊന്നും പോയിപ്പെട്ട് ഇത് വരാറില്ല. പക്ഷേ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയുക, അതുപോലെ മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളോ അതുപോലെ തന്നെ ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നിങ്ങളിപ്പോൾ ഒരു പിന്നെ അവിടെയുള്ള ആളെ ഇപ്പം തൊടുകയോ പിടിക്കുകയോ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടാതെ വരിക, അതുപോലെ തന്നെ അവരെ നിങ്ങൾ പിടിച്ച സമയത്ത് രോഗിയായിട്ടുള്ള ആൾ താഴെ വീണ് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു കേസാണ് ഇവിടെ. കാരണം മെഡിക്കൽ ഫീൽഡിൽ അത്രയ്ക്ക് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് പിന്നെ രോഗികളെ കെയർ ചെയ്യുന്ന സമയത്തും, അതുപോലെ നിങ്ങളുടെ ഡ്യൂട്ടി റൊട്ടേഴ്സും കാര്യങ്ങളും, അതുപോലെ മരുന്നുകളുടെ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നോക്കി മാത്രം ചെയ്യുക. കാരണം നല്ല റിസ്ക് ഉള്ളൊരു ഫീൽഡാണ് ഈ നേഴ്സിൻ്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. UK തന്നെയല്ല, എല്ലാ ലോകത്തുള്ള എല്ലാ വലിയ ഹോസ്പിറ്റലുകളിലും തന്നെ വലിയൊരു റിസ്ക് ഉള്ളൊരു സംഭവം തന്നെയാണിത്. അപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുക. കാരണം എന്തെങ്കിലും നമ്മളിപ്പോൾ അറിയാതെ ആയിരിക്കും ഇപ്പം മരുന്ന് ചിലപ്പം മാറിപ്പോയി. അതിലിപ്പം നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മരുന്ന് കൊടുക്കുന്ന സമയത്ത് മാറിപ്പോയി, ചിലപ്പം നമ്മൾ ഉറങ്ങിപ്പോയിട്ടായിരിക്കും, ചിലപ്പോൾ എടുത്ത സാധനം മാറിപ്പോയി, അത് കൊടുത്ത ആൾ വടിയായി പോയി കഴിഞ്ഞാൽ നമ്മളത് തെളിക്കും. ഇവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിയമം വരുമ്പോൾ ഞാനിത് ഉറങ്ങിപ്പോയി അങ്ങനെ അറിയാണ്ട് സംഭവിച്ചാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ രോഗികളെ നമ്മൾ കെയർ ചെയ്യുന്ന കാര്യം, ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. രോഗികളെ നമ്മൾ പിന്നെ കൊണ്ടു നടത്തേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളത് മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും
അതിനകത്തൊന്നും ആരും പോയി ചാടാതിരിക്കുക. ഇപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്, ആരും പിടിക്കല്ലെന്ന് അറിഞ്ഞ് നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഇറങ്ങിപ്പോയിരിക്കുക. കാരണം ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ ശക്തമാണ്. UK എന്നല്ല, ഒട്ടുമിക്ക എല്ലാ വിദേശ രാജ്യങ്ങളിലെല്ലാം നിയമം ഏറെക്കുറെ ശക്തമാണ്. പിടിച്ചു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിനനുസരിച്ച് ആ സമയത്തനുസരിച്ച് ഉള്ള എന്താണോ ആ ശിക്ഷ, ആ നിയമം വെച്ചുള്ള ശിക്ഷ എന്താണോ അത് കിട്ടും. കുടുംബത്തിൻ്റെ തന്നെ അവസ്ഥ വളരെ ശോകമായി പോകുന്ന ഒരു ലെവലിലോട്ട് പോകും. നമ്മൾ അധ്വാനിച്ചത് മൊത്തം കൊണ്ടുപോയി എന്താ പറയുന്നത് വെറുതെ ആയി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് ഒക്കെ എത്തും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ശ്രദ്ധിക്കുക, നന്നായി ജോലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി ചാടാതിരിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.